ക്രൂഷ്യൽ ആയിട്ടുള്ള 6 ദിവസങ്ങളിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അപ്പം നമ്മുടെ നീറ്റ് എക്സാം മെയ് 4th നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഈ ഒരു നീറ്റ് എക്സാമിലേക്ക് നിങ്ങൾക്ക് ഇനി 6 ദിവസങ്ങളുള്ളൂ. അപ്പോൾ ഈ 6 ദിവസങ്ങൾ നമ്മൾ കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടും കുറേ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സമയം കളയാനുള്ളതല്ല. ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ആൻഡ് ഈ 6 ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് നീറ്റ് സ്ട്രാറ്റജിയാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ മക്കൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നിങ്ങളുടെ ഈ ഒരു നീറ്റ് എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, ഇന്ന് നമ്മളുടെ ഏപ്രിൽ 27th ആണ്. നമുക്കിനി മെയ് 4th എത്രയാണ്? മെയ് 4th നമ്മൾ എക്സാം എഴുതാൻ പോകും. അപ്പം നമുക്ക് 6 ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഈ 6ാമത്തെ ദിവസം എന്ത് ചെയ്യുന്നുള്ളത് മിസ് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ തൽക്കാലം മിസ് ആകെ ഈ 5 ദിവസങ്ങളാണ് കൂട്ടുന്നത്. 5 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ മാത്രമാണ് കൂട്ടുന്നത്. സാറ്റർഡേക്ക് നമുക്കൊരു സ്പെഷ്യൽ പ്ലാനാണുള്ളത്. ആ ഒരു പ്ലാനാണ് അധികവും നമ്മുടെ നീറ്റ് ടോപ്പേഴ്സിൻ്റെ ഒക്കെ നിങ്ങൾ ഏത് ഇൻ്റർവ്യൂ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം. ഓക്കെ, അപ്പം ഈ ഒരു 5 ഡേയ്സിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ 5 ദിവസങ്ങളിലും നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുത്തിരിക്കണം. എല്ലാ ദിവസവും വളരെ 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 അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ മോക്ക് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ബാച്ചിൽ ഇല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്കറിയാം 3 hours ആണ് നിങ്ങളുടെ ടെസ്റ്റ്. ആ 3 hours ആ ടെസ്റ്റ് കറക്റ്റ് ടൈം വെച്ച് തന്നെ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ടെസ്റ്റ് അനാലിസിസ് നടത്തിയിരിക്കണം. ഇപ്പോൾ എല്ലാവരും ഈ പറയുന്ന പൊതുവേ എല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ടെസ്റ്റൊക്കെ എടുക്കും, 3 hours ഈ ടെസ്റ്റൊക്കെ എടുത്ത് എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് എടുക്കും, പക്ഷേ ടെസ്റ്റ് അനാലിസിസ് ചെയ്യില്ല. അതൊരു വലിയ മിസ്റ്റേക്കാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ വരുത്താൻ പോകുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷനാണ്. അപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോർമുലാസ് റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ ബയോളജിയിലൊക്കെ ആണെങ്കിൽ ഷോർട്ട് നോട്ട് റിവൈസ് ചെയ്യുക. മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? എക്സ്ട്രാ ന്യൂ ടോപ്പിക്സ് പഠിക്കാൻ പാടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ 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 അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അടിവരെ ഇട്ട് വെച്ചോ, ഒരു കാരണവശാലും ന്യൂ ടോപ്പിക്സ് പഠിക്കരുത്. ഈ ന്യൂ ടോപ്പിക്സ് പഠിക്കുന്നത് നിങ്ങളുടെ തലയിലൊരു ലോങ് ടേം മെമ്മറി ആയിട്ട് നിൽക്കില്ല എന്ന് മാത്രമല്ല, അത് നിങ്ങൾക്ക് എന്ത് തരും? മെൻ്റൽ പ്രഷർ തരും. കാരണം നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എത്രയോ ടൈം കൊടുത്തിട്ടായിരിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. അത് തലയിലോട്ട് നിൽക്കുകയില്ല. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം നമുക്ക് ഈ ലാസ്റ്റ് ദിവസങ്ങളിൽ എക്സ്ട്രാ പ്രഷർ തരാൻ, നിങ്ങളുടെ സ്ട്രെസ്സ് കൂട്ടാനുള്ളൊരു കാരണമായിട്ട് അത് മാറും. അപ്പോൾ അതിനു വേണ്ടി എൻ്റെ കുട്ടികൾ നിൽക്കരുത്. ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, ഇനി ദിവസങ്ങളിലുള്ള സ്റ്റഡി പ്ലാൻ. ഓക്കെ, ഈ 5 ദിവസങ്ങളിൽ മിസ് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെങ്ങനെയൊക്കെ ചെയ്യണം? ഓക്കെ, അപ്പോൾ ഈ 5 ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിൽ എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. ആ 24 മണിക്കൂറിന് നമുക്ക് 12 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഒരു 12 hours, ഇവിടെ ഒരു 12 hours. ഈ 12 hours ആണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയുള്ള ഈ 5 ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ്? 12 hours നിങ്ങൾ പഠിക്കാൻ പോവാണ്. റെഡിയാണോ? ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള 12 hours ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിരിക്കണം. ഓക്കെ, ഇനി അത്രയും പറ്റുന്നില്ലെങ്കിൽ മിനിമം 7 hours മസ്റ്റായിട്ട് നിങ്ങൾ ഉറങ്ങിയിരിക്കണം. കാരണം നമ്മളുടെ എക്സാം എടുക്കുന്തോറുള്ള എല്ലാ മക്കളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ലീപ്പിൽ അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യും. ഉറക്കം കളഞ്ഞാണെങ്കിലും പഠിക്കും. അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് മെമ്മറി കൂട്ടില്ല, പകരം നിങ്ങളുടെ മെമ്മറി കുറയ്ക്കുകയുള്ളൂ. ഓക്കെ, നമ്മുടെ ബ്രെയിൻ പ്രോസസ്സിങ് നടക്കുന്നൊരു സമയമാണ് നിങ്ങൾ ഉറങ്ങുന്ന സമയം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രെയിൻ കണക്ട് ചെയ്ത് മെമ്മറി ആയിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു സമയം നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ പഠിക്കുന്നതൊക്കെ വേസ്റ്റാണ്. അപ്പോൾ മിനിമം എന്തായാലും 7 hours ഉറങ്ങിയിരിക്കണം. 8 hours ആണ് റെക്കമെൻഡ്. ഇനി ബാക്കിയുള്ള 4 മണിക്കൂർ, 8 മണിക്കൂർ കഴിഞ്ഞാൽ ഈ 12ൽ നിന്ന് 4 മണിക്കൂർ അത് നിങ്ങൾക്ക് നിങ്ങൾ മിസ്സെല്ലീനിയസ് എന്ന് മിസ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി മിസ്സെല്ലീനിയസ് അല്ല, നിങ്ങൾ രാവിലെ എഴുന്നേറ്റു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, രാത്രി ഭക്ഷണം കഴിക്കുന്നു, ഇടയ്ക്ക് നിങ്ങൾക്ക് റിലാക്സേഷൻ ടൈമൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു 4 hours പറഞ്ഞത്. ബാക്കിയുള്ള ഈ 12 hours അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ 12 hours നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ആദ്യം ഞാൻ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മോക്ക് ടെസ്റ്റ്. ഈ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നീറ്റ് എക്സാം എന്ന് പറയുന്നത് 3 മണിക്കൂറുള്ള ടെസ്റ്റാണ്. ഈ 3 മണിക്കൂറുള്ള ടെസ്റ്റ് നിങ്ങൾ എപ്പോഴാണ് എഴുതാൻ പോകുന്നത്? 2 മണിയുടെ 5 മണിയുടെ ഇടയിലാണ്. അപ്പോൾ ഈ 5 ദിവസങ്ങളിൽ നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് ഈ ഒരു ടൈം പീരിയഡിലായിരിക്കണം.
എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ടൈം പീരിയഡിൽ ഈ ടെസ്റ്റ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങളുടെ ബ്രെയിന് ഈ ഒരു നമ്മുടെ മെയ് 4th ഏറ്റവും ആക്റ്റീവ് ആയിരിക്കേണ്ട സമയമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മെമ്മറൈസ് ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളുടെ ബ്രെയിനിനെ ഈ സമയത്ത് ആക്റ്റീവ് ആക്കി നിർത്തുന്നത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇനിയുള്ള ഈ 5 ദിവസങ്ങളിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് ഈ ഒരു സമയത്തായിരിക്കണം. അതിനുശേഷം ഒരു 1 hour നിങ്ങൾ എന്ത് കൊടുക്കുക? ടെസ്റ്റ് അനാലിസിസിന് കൊടുക്കുക. എന്തായാലും സ്പെൻഡ് ചെയ്തിരിക്കണം. നിങ്ങൾ കരുതരുത് ഇതൊരു എക്സ്ട്രാ ആണല്ലോ, എൻ്റെ സമയം ഇവിടെ കളിയാണല്ലോ, ഒരിക്കലും അല്ല. ടെസ്റ്റ് അനാലിസിസ് നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള മിസ്റ്റേക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് റെക്ടിഫൈ ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഈ ടെസ്റ്റ് അനാലിസിസ്. അപ്പോൾ ഇവിടെ നമ്മളുടെ 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 8 മണിക്കൂർ അത് പ്യോർലി ഫോർ റിവിഷൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാനല്ല. അപ്പോൾ അവിടെ ഈ 8 മണിക്കൂർ നിങ്ങൾക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് മിസ് അങ്ങനെ പറയുന്നത്? കാരണം ചില ആൾക്കാർക്ക് ഫിസിക്സ് ഈസി ആയിരിക്കും, ബയോളജി ആയിരിക്കും ടഫ്. അപ്പോൾ നിങ്ങൾ ബയോളജിക്ക് കൂടുതൽ സമയം കൊടുക്കണം. ചില ആൾക്കാർക്ക് ഫിസിക്സും കെമിസ്ട്രി ആയിരിക്കും ബുദ്ധിമുട്ട്, ബയോളജി ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടൈം അതിനനുസരിച്ച് കൊടുക്കണം. എങ്ങനെയൊക്കെ കൊടുത്താലും പുതിയ കാര്യങ്ങളല്ല അവിടെ പഠിക്കേണ്ടത്. പകരം ഫോർമുലാസ് റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, ഷോർട്ട് നോട്ട് വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയെങ്കിൽ എൻ്റെ മക്കളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട ഈ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നിങ്ങൾക്ക് വേസ്റ്റാണ്. അതിന് വരുത്താനിടയാക്കരുത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാകും. ആൻഡ് ലാസ്റ്റ് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത് പോസിറ്റീവായിട്ടിരിക്കുക. ഈ വരുന്ന ഈ ഒരു 6-7 ദിവസങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കാനുള്ളതല്ല. ടെൻഷൻ അടിച്ചാൽ നിങ്ങൾക്കൊന്നും അല്ലേ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ടെൻഷൻ അടിക്കുന്നത്? ഒന്നും കിട്ടില്ല എന്ന് കരുതിയിട്ടല്ലേ നിങ്ങൾക്ക് ഈ ടെൻഷൻ വരുന്നത്? എനിക്കെല്ലാം പഠിച്ചത് മറന്നു പോകും എന്നാലോചിച്ചിട്ടല്ലേ ടെൻഷൻ വരുന്നത്? എനിക്ക് എഴുതാൻ പറ്റില്ല എന്നാലോചിച്ചിട്ടല്ലേ ടെൻഷൻ വരുന്നത്? എല്ലാവരും എന്നെക്കുറിച്ച് എന്ത് പറയും എന്നാലോചിച്ചിട്ടല്ലേ ടെൻഷൻ വരുന്നത്? ഇതാലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ നിങ്ങൾ എന്താലോചിച്ചാണോ പേടിക്കുന്നത് അത് സംഭവിക്കും. അത് വേണം. അത് വേണ്ട എന്നാണെങ്കിൽ അതൊക്കെ എടുത്ത് കളയാം. ഓക്കെ, നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ വിചാരിച്ചാൽ പറ്റാത്തതായിട്ടൊന്നുമില്ല, നമ്മളുടെ കൺട്രോളിലുള്ള കാര്യമാണത്. ഓക്കെ, സോ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പ് എടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള തോട്ട്സ്. ഓക്കെ, നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് എക്സാം എഴുതുന്നത് ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ഫീഡ് ചെയ്യുക. ഞാൻ അടിപൊളിയായിട്ട് എക്സാം എഴുതും, എനിക്ക് പഠിച്ചതൊക്കെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടുന്നു, നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഓരോ 4 മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്നു. ഇങ്ങനെ ഹെൽത്തി തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ്, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ ബ്രെയിനിൽ നിറയ്ക്കുക. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഈ 6 days ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങളുടെ റിസൾട്ട് മാറാൻ പോകുന്നത് വേറെ ലെവലിലായിരിക്കും. അപ്പോൾ കൂടുതൽ ഇനി ഒന്നും പറയാനില്ല. ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.